അതെ, ഈ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തർക്കം ഉണ്ടാകുന്ന സമയത്ത്, കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ പക കുട്ടികളോട് തീർക്കുന്ന ഒരു രീതി വളരെയധികം ചർച്ച ചെയ്യേണ്ടുന്ന ഒരു വിഷയമാണ്. ഇത് എന്തുകൊണ്ടാണ് അമ്മമാർ തന്നെ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ ഇടവരുന്നത് എന്നതിനെക്കുറിച്ച് ഗൗരവമേറിയിട്ടുള്ളൊരു പഠനം ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത കാലത്തായിട്ട് ഒരു മാധ്യമത്തിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള ഒരു തുടർച്ചയായിട്ടുള്ളൊരു അന്വേഷണം, ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ പോലുള്ള മാനസികാവസ്ഥ കൊണ്ടാണോ സ്ത്രീകൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്യാൻ ഇടവരുന്നത് എന്നതിനെ സംബന്ധിച്ച് ഒരു ഗൗരവമേറിയിട്ടുള്ള പഠനം ആവശ്യമാണ് എന്നാണ് തോന്നുന്നത്. ഈ സ്ത്രീക്ക് മാനസികമായിട്ടുള്ള അസ്വാസ്ഥ്യമുണ്ട് എന്നുള്ള രൂപത്തിലും വാർത്തകൾ വരുന്നുണ്ട്, അത് ശരിയല്ല എന്നുള്ള രൂപത്തിലും പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് സംബന്ധിച്ച് ഇപ്പോൾ കുടുംബത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ കുട്ടികളെ ബാധിക്കുന്നു എന്ന് ഇന്നലെ കമ്മീഷൻ്റെ മുമ്പാകെ വരുന്ന പരാതികളിലൊക്കെ തന്നെ ഇത് ദൃശ്യമാവാറുണ്ട്. ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ തർക്കം ഉണ്ടാകുന്ന സമയത്ത് കുട്ടികളെ അതിൻ്റെ വിക്റ്റിമായിട്ട് മാറുന്ന അവസ്ഥ പലപ്പോഴും ഉണ്ടാകുന്നത്, അത് കൊലപാതകങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ടുന്ന ഒരു വിഷയം തന്നെയാണ്. എന്തുകൊണ്ടാണ് പെറ്റമ്മ ഇങ്ങനെ ചെയ്യാൻ ഇടവരുന്നത് എന്നതിനെക്കുറിച്ചും നമുക്ക് തീർച്ചയായിട്ടും പഠനങ്ങൾ ആവശ്യമാണ്. മാനസികമായിട്ടുള്ള അവസ്ഥ ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ ചെയ്യാൻ സ്ത്രീയുടെ മനസ്സിനെ അത്തരത്തിലേക്ക് മാനസികാവസ്ഥയിലേക്ക് തള്ളിവിടുന്നു എന്നുള്ളതും ഗൗരവത്തോടുകൂടി ചിന്തിക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. പോലീസ് സ്റ്റേഷനുകളിൽ സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ഇത്തരം ഈ മനോഭാവത്തിന് നേരത്തെ തന്നെ കമ്മീഷൻ അതിൽ ചില സ്റ്റെപ്പൊക്കെ വെച്ചിരുന്നു. എന്തെങ്കിലും ഗൈഡ് ലൈൻ പൊതുവായി കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടോ ഈ വിഷയത്തിൽ? അല്ല, ഈ സ്ത്രീകളുടെ മാനസികാവസ്ഥയായാലും പുരുഷൻ്റെ മാനസികാവസ്ഥയായാലും കുറ്റകൃത്യ പ്രവണതകൾ അത് വർദ്ധിച്ചു വരാൻ ഇടയാക്കുന്ന സാഹചര്യം അത് ഈ സമൂഹത്തിൽ നടമാടുന്ന വളരെ തെറ്റായിട്ടുള്ള വളരെ വികലമായിട്ടുള്ള ധാരണയുടെ പശ്ചാത്തലത്തിലാണ്. കുടുംബത്തിനകത്ത് പോലും ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ ബന്ധങ്ങൾ അവസാനിപ്പിച്ചു പോകാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. അത് പ്രണയബന്ധത്തിൻ്റെ കാര്യത്തിലായാലും വിവാഹബന്ധത്തിൻ്റെ കാര്യത്തിലായാലും തീർച്ചയായിട്ടും ഒരു ബന്ധം ശിഥിലമാകുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം ആ ബന്ധത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ടത് എന്നതിനെക്കുറിച്ചിട്ടുള്ള ഒരു ധാരണ പോലും ഉണ്ടാവുന്നില്ല. ഞാൻ ചോദിച്ചത് പോലീസ് സ്റ്റേഷനുകളിൽ ഈ പരാതി ചെല്ലുന്ന സ്ത്രീകൾക്ക് നേരെ ശരിയായ രീതിയിൽ കൈകാര്യം ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ചില പരാതികളൊക്കെ മുൻപുണ്ടായിരുന്നു. ഇതിൽ പൊതുവായിട്ട് കേരളത്തിൽ കുട്ടികൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളും സ്ത്രീകൾക്കെതിരായിട്ടുള്ള കുറ്റകൃത്യങ്ങളൊക്കെ തന്നെ വളരെ നല്ല രൂപത്തിൽ അന്വേഷിച്ച് കുറ്റക്കാരെ കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് പൊതുവെ. അതിൽ എക്സംഷനായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നടപടി ഉണ്ടാകുന്നത് എന്നുള്ളതും ഒരു ആശ്വാസകരമാണ്. ഈ കാര്യത്തിൽ നല്ല രൂപത്തിലുള്ള നടപടി പെട്ടെന്ന് തന്നെ ആ ഉദ്യോഗസ്ഥൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്.